ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ടാലൻറ്റ് ഫാക്ടറികളിൽ ഒന്നാണ് ബ്രസീൽ. നമുക്കറിയാം, ഓരോ ട്രാൻസ്ഫർ വിൻഡോകളിലും നിരവധി യുവ പ്രതിഭകളാണ് ബ്രസീലിൽ നിന്നും യൂറോപ്പിലേക്ക് ചേക്കേറാറുള്ളത്. ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് കഴിഞ്ഞിരുന്നു. ഇതോടുകൂടി ട്രാൻസ്ഫർ ജാലകങ്ങളിൽ ബ്രസീലിയൻ താരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് താരങ്ങൾ ഇതിനോടകം തന്നെ യൂറോപ്പിലേക്ക് ബ്രസീലിയൻ ലീഗിൽ നിന്ന് ചേക്കേറുകയും ചെയ്തു. ഏതായാലും അത്തരത്തിലുള്ള ഒരു താരവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത്, ബ്രസീലിയൻ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കരുത്തരായ ഫ്ലുമിനൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ക്രുസേറോക്ക് കഴിഞ്ഞിരുന്നു. ഈ മത്സരത്തിൽ ഗോൾ നേടിയത് ബ്രസീലിയൻ സ്ട്രൈക്കറായ കയോ ജോർഹയാണ്. 23 വയസ്സ് മാത്രമുള്ള സ്ട്രൈക്കറാണ് കയോ ജോർഹെ. ഗംഭീര പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ബ്രസീലിയൻ ലീഗിൽ 12 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. നിലവിൽ ബ്രസീലിയൻ ലീഗിലെ ടോപ്പ് സ്കോറർ അത് കയോ ജോർഹയാണ്. പല യൂറോപ്യൻ ക്ലബ്ബുകളും ഈ ബ്രസീലിയൻ സ്ട്രൈക്കറിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ജർമ്മനിയിലെ ബയർ ലെവർക്യൂസൻ, അതുപോലെ തന്നെ റഷ്യയിലെ സെനിത്ത് എന്നിവരൊക്കെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ താരം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അവസാനത്തെ 14 ബ്രസീലിയൻ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ട്രൈക്കറാണ് കയോ ജോർഹെ. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഭാവിയിൽ പരിഗണിക്കാവുന്ന ഒരു താരമാണ് കയോ ജോർഹെ. കാരണം സമീപകാലത്ത് ഒരു മികച്ച സ്ട്രൈക്കറുടെ അഭാവം ബ്രസീലിയൻ ദേശീയ ടീമിനെ അലട്ടുന്നുണ്ട്. ജാവോ പെഡ്രോയെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളത് പല ആരാധകരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വലിയ ഒരു ഭാവിയുള്ള സ്ട്രൈക്കർ കൂടിയാണ് കയോ ജോർഹെ. അദ്ദേഹത്തെ വൈകാതെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ ക്ലബ്ബിൽ കാണാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.